കാഞ്ഞിരപ്പള്ളിയിൽ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സഹോദരനെയും മാതൃ സഹോദരനെയും വെടിവെച്ച് കൊന്ന കേസിൽ പ്രതിയുടെ ശിക്ഷ പറയുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റി. കാഞ്ഞിരപ്പള്ളിയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരൻ രഞ്ജിത്ത് കുര്യൻ, മാതൃ സഹോദരൻ മാത്യൂസ് കറിയ എന്നിവരെ വെടിവെച്ച് കൊന്ന കേസിൽ പ്രതിയായ കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ വീട്ടിൽ ജോർജ് കുര്യന്റെ ശിക്ഷ പറയുന്നതാണ് ശനിയാഴ്ചത്തേക്ക് മാറ്റിയത്. വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിനും പറയാനുള്ളത് വിശദമായി കോടതി കേട്ട ശേഷമാണ് വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റിയത്. വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിനും പറയാനുള്ളത് വിശദമായി കേട്ട ശേഷമാണ് വിധി പറയുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റിയത്. താൻ നിരപരാധിയാണെന്നും അമ്മയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവനാണെന്നും നോക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്നും കൂടാതെ തന്റെ കുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെയും സംരക്ഷിക്കേണ്ടതുണ്ടെന്നും പ്രതി ജോർജ് കുര്യൻ പറഞ്ഞു. എന്നാൽ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും അപ്രതീക്ഷിത സാഹചര്യത്തിന്റെയോ പ്രകോപനത്തിന്റെയോ പേരിലല്ല കൊലപാതകം നടന്നതെന്നും ഇത് അപൂർവമായ കേസായി കണക്കാക്കണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതി ദയ അർഹിക്കുന്നില്ല എന്ന് സമർത്ഥിക്കുവാൻ അരമണിക്കൂറിൽ നീണ്ട വാദമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് CS അജയൻ നടത്തിയത്. ഇത്തരത്തിൽ നടന്ന സമാനമായ സംഭവങ്ങളിലെ മുൻ വിധിന്യായങ്ങളും മറ്റും ഇതിനായി ചൂണ്ടിക്കാട്ടി. കൂടാതെ സമൂഹത്തിൽ ഉന്നത സാമ്പത്തിക നിലയിലുള്ള പ്രതിയിൽ നിന്നും വലിയ നഷ്ടപരിഹാരം ഈടാക്കി വാദിഭാഗത്തിന് നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ മറുവാദമായി പ്രതിഭാഗവും 30 മിനിറ്റിലധികം നീണ്ട വിശദമായ പ്രതിവാദമാണ് നടത്തിയത്. പ്രതിക്ക് സംഭവത്തിൽ പശ്ചാത്താപമുണ്ടെന്നും മാനസാന്തരത്തിനുള്ള കാലയളവ് ഇനി ഉണ്ടാകണമെന്നും പ്രതിഭാഗം വാദിച്ചു. കരിക്കിനാൽ വില്ല കൊലപാതകം കേസിലെ പ്രതി റെജി ജോർജ് ഇപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ സജീവമായിരിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ജോർജ് കുര്യന് നൽകണമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. അതിനാൽ തന്നെ ഇത് അപൂർവമായ കേസായി കണക്കാക്കാൻ പാടില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി J. നാസറാണ് ശിക്ഷ വിധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.